ഹലോ, വെൽക്കം ടു സുജാസ് കിച്ചൺ. ഇന്ന് നമുക്ക് സാമ്പാർ പൊടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. ആദ്യം മുളക് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അത് പകുതി കാശ്മീരി ചില്ലിയും പകുതി സാധാരണ മുളകും കൂടെ ചേർത്തുണ്ടാക്കുകയാണെങ്കിലാണ് സാമ്പാറിന് നല്ല കളറ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ മല്ലി നന്നായി കഴുകി ഉണക്കി ഒന്ന് നല്ലോണം ചൂടാവണ വരേക്ക് ചൂടാക്കിയാൽ മതി, വറക്കണ്ടാവല്ലാതെ. ഉലുവ നന്നായിട്ട് മണം വരുന്ന രീതിക്ക് വറക്കണം. അതായത് ഉലുവ നന്നായിട്ടൊന്ന് ചുവന്ന് വരണം. അതുവരേക്കും ഉലുവയുടെയും കായത്തിൻ്റെയും സ്മെല്ലാണ് സാമ്പാറിന് മുന്നിട്ട് നിൽക്കേണ്ടത്. ഉലുവ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ബാക്കി പരിപ്പുകൾ ചേർക്കാം. പരിപ്പുകളുടെ അളവ് കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ സാമ്പാർ ആകെ കൊഴുത്തും കൊണ്ടാവും. പിന്നെ അരി ചേർക്കുമ്പോൾ അതിലെപ്പോഴും പച്ചരി തന്നെ ചേർക്കാൻ നോക്കുക. പുഴുങ്ങലരി ചേർക്കരുത്. പച്ചരിക്കാണ് കൊഴുപ്പ് കൂടുതൽ കിട്ടുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വറുത്ത് നന്നായിട്ട് പൊടിക്കുക. കായം നമുക്ക് ഓവനിൽ ഒരു 3 മിനിറ്റ് എടുത്തിട്ട് വറുത്തെടുക്കാം.